ഡൈനാമിക്സ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടതാണ്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഫോഴ്സസ് ആൻഡ് ദെയർ എഫക്ട്സ് ഓൺ ബോഡീസ്. സ്റ്റഡി ഓഫ് ഫോഴ്സസ് ആൻഡ് ദെയർ എഫക്ട്സ് ഓൺ ബോഡീസ് എന്ന് വെച്ചാൽ ഒരു ഓബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന എഫക്റ്റ്. എന്തുകൊണ്ട്? ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന എഫക്റ്റ്. ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ ഒരു ബോഡിയിൽ ഒന്നിലധികം ഫോഴ്സ് ഒരേ സമയത്ത് അപ്ലൈ ചെയ്താൽ ആ ബോഡിക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അത് ആ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ എഫക്റ്റ് എന്താണ് എന്ന് സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ്, അതാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. നമ്മൾ പറഞ്ഞു എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് രണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ടാവും. ആദ്യത്തേത് സ്റ്റാറ്റിക്സ്, രണ്ടാമത്തേത് ഡൈനാമിക്സ്. ആദ്യത്തേത് സ്റ്റാറ്റിക്സ്, രണ്ടാമത്തേത് ഡൈനാമിക്സ്. സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതായത് ഫോഴ്സും അതിന്റെ എഫക്ട്സും മൂവ് ചെയ്യാത്ത ബോഡീസിൽ ഉണ്ടാക്കുന്ന ഫോഴ്സിന്റെ എഫക്റ്റ്, അതാണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ഫോഴ്സസ് ആൻഡ് ദെയർ എഫക്ട്സ് ഓൺ സ്റ്റേഷനറി ബോഡീസ് ആണ് സ്റ്റാറ്റിക്സ്. അപ്പോൾ ഡൈനാമിക്സ് എന്താണെന്നുള്ളത് വളരെ ഈസിയാണ്. ഡൈനാമിക്സ് മീൻസ് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഫോഴ്സസ് ആൻഡ് ദെയർ എഫക്ട്സ് ഓൺ മൂവിങ് ബോഡീസ്. ഓർ ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന മോഷനും അതിനെപ്പറ്റി പഠിക്കുക. അതാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇനി ഡൈനാമിക്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കണം നമുക്കറിയാം. ആദ്യത്തേത് കൈനമാറ്റിക്സ് ആൻഡ് രണ്ടാമത്തേത് കൈനറ്റിക്സ്. കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് മോഷൻ മാത്രം. മോഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മോഷൻ ഉണ്ടാകുന്നത് ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് മോഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ടെൻഡൻസി ഓഫ് മോഷൻ ഉണ്ടാവും, അത് സ്റ്റാറ്റിക്സിൽ വരും. മോഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എന്തിൽ വരും? കൈനമാറ്റിക്സിൽ വരിക. ഇതിനകത്ത് നമുക്ക് മോഷൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ മോഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അതിനകത്ത് വരാം? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ഓർ സ്പീഡ്, ആക്സിലറേഷൻ. ഇതൊക്കെയാണ് ഈ കൈനമാറ്റിക്സിൽ നമ്മൾ സ്റ്റഡി ചെയ്യുക. എന്തുമാത്രം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അല്ലെങ്കിൽ എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി, ദെൻ എത്ര സ്പീഡിലാണ് ഇത് മൂവ് ചെയ്തത്, അല്ലെങ്കിൽ അതിന് എത്രമാത്രം വെലോസിറ്റി ഉണ്ടായിരുന്നു പർട്ടിക്കുലർ ടൈമിൽ, ആ സമയത്ത് എത്ര ആക്സിലറേഷൻ ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുന്നതാണ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. കൈനമാറ്റിക്സ്. അപ്പോൾ കൈനറ്റിക്സ് എന്നുള്ളത് ഒബ്വിയസ്ലി എന്തായിരിക്കും? ഇൻ അഡീഷൻ ടു ദിസ് യു വിൽ ലേൺ ഫോഴ്സ് ഓൾസോ. അതായത് മോഷൻ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഫോഴ്സ് വേണം. അപ്പൊ ആ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന എഫക്റ്റും ആ ഫോഴ്സും സ്റ്റഡി ചെയ്യണം, അതുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റും പഠിക്കണം. എന്ന് വെച്ചാൽ കൈനറ്റിക്സ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് engineering mechanics which deals with the motion of objects and the cause of motion, that is force. അപ്പോൾ ഫോഴ്സും അതിന്റെ എഫക്റ്റും ഇത് രണ്ടും കൂടെ സ്റ്റഡി ചെയ്യുന്ന സാധനമാണ് എന്ത്? കൈനറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ജനറലി നമ്മൾ ഒരു ഓബ്ജക്റ്റിന്റെ മോഷൻ എന്ന് പറയുമ്പോൾ, ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it can be in 3 ways. First one is translation. What is translation? Translation എന്ന് പറഞ്ഞാൽ ഒരു ഓബ്ജക്റ്റ്, എന്തെങ്കിലും ഒരു സാധനം, ഒരു ഓബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഈ ഓബ്ജക്റ്റ് മൂവ് ചെയ്യുക. നമ്മളൊരു ഫോഴ്സ്, എന്തെങ്കിലും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഈ ഓബ്ജക്റ്റ് ഈ പൊസിഷനിലേക്ക് വന്നു വിചാരിച്ചു. അപ്പൊ ഇത് പൊസിഷൻ 1, 2
രണ്ടാമത്തെ പൊസിഷനിലേക്ക് വന്നു. അപ്പൊ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദിസ് ബോഡി ഈസ് മെയ്ഡ് ഓഫ് എ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഈ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ്. അതിൽ രണ്ട് പാർട്ടിക്കിൾ അല്ലെങ്കിൽ രണ്ട് ചെറിയ എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. അത് പാരലൽ പാത്തിൽ കൂടി മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് ട്രാൻസ്ലേഷൻ എന്ന് പറയും. അപ്പൊ ഈ ബോഡി ഇവിടെ നിന്ന് ഇവിടെ വരെ മൂവ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഓരോ പാർട്ടിക്കിൾസും ഈ ബോഡിയുടെ ഓരോ പാർട്ടിക്കിൾസും പാരലൽ ആയിട്ടുള്ള പാത്തിൽ കൂടി ഇവിടെ അടുത്തെടുത്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി അനദർ വൺ. ഇതെല്ലാം പാരലൽ ആയിരിക്കും. പാരലൽ പാത്തിൽ കൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിനാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ടാവാം. ഒന്ന് റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ. ഇപ്പോൾ ഞാൻ ഈ വരച്ച എക്സാമ്പിൾ റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷനാണ്. എന്ന് വെച്ചാൽ ഓരോ പാർട്ടിക്കിളും അല്ലെങ്കിൽ ഈ ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ആയിരിക്കും. അല്ലെങ്കിൽ ഓരോ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ആ പാത്ത് എന്ന് പറയുന്നത് എല്ലാം പാരലൽ സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. ഇനി വേറെ ഒരെണ്ണമുണ്ട് കർവിലീനിയർ ട്രാൻസ്ലേഷൻ. അതെന്തായിരിക്കും? ഈ പറഞ്ഞ പാത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ഉള്ള ഒരു കർവിൽ കൂടി ആയിരിക്കും മൂവ് ചെയ്യുക. പാരലൽ കർവ്സ് ആയിരിക്കും. അപ്പൊ കർവിലീനിയർ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the points of a body will be moving along curved parallel paths. ഇതിനാണ് കർവിലീനിയർ ട്രാൻസ്ലേഷൻ. ഇത് റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ. അപ്പോൾ ഫസ്റ്റ് മെയിൻ സബ് ഡിവിഷൻ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് മോഷൻ ആണ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ all the particles of an object will be moving along parallel paths. അത് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ എന്ന് പറയും. കർവ്ഡ് ലൈൻസ് ആണെങ്കിൽ കർവിലീനിയർ ട്രാൻസ്ലേഷൻ എന്ന് പറയും. രണ്ടാമത്തേത് റൊട്ടേഷൻ. എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓബ്ജക്റ്റ് ഒരു പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ കറങ്ങുക, മൂവ് ചെയ്യുക. ദാറ്റ് മീൻസ് ഡിസ്റ്റൻസ് ഫ്രം ദിസ് ഓബ്ജക്ട് ടു ദി സെന്റർ ഓഫ് റൊട്ടേഷൻ വിൽ ബി സെയിം. അത് നമ്മൾ എന്താ പറയും? റേഡിയസ് ഓഫ് റൊട്ടേഷൻ, സേ ആർ. ഈ ഓബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനാണ് എന്ത് പറയുക? ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. റൊട്ടേഷൻ എന്ന് പറയുന്നത്. റൊട്ടേഷൻ. അപ്പോൾ ഇതിനകത്ത് സേ ഇഫ് യു കൺസിഡർ, നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ബോഡി നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തും ഈ പറഞ്ഞ പോലെ കുറേ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ ഓരോ പാർട്ടിക്കിളും സേ ഇവിടെ ഒരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദീസ് പാർട്ടിക്കിൾസ് വിൽ ബി മൂവിങ് അലോങ് സർക്കിൾസ്. അല്ലെ? വെറും സർക്കിൾ അല്ല. ദ സെന്റർ ഓഫ് ഓൾ ദി സർക്കിൾസ് വിൽ ബി സെയിം. ഒരു സിംഗിൾ അല്ലെങ്കിൽ കോൺസെൻട്രിക് സർക്കിൾസ് ആയിരിക്കും. ദീസ് ആർ കോൺസെൻട്രിക് സർക്കിൾസ്. ഇത് ഓരോന്നും കോൺസെൻട്രിക് സർക്കിൾസ് ആയിരിക്കും. അപ്പോൾ വാട്ട് ഈസ് റൊട്ടേഷൻ? റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓബ്ജക്റ്റിന്റെ പാർട്ടിക്കിൾസ് കോൺസെൻട്രിക് സർക്കിളിൽ കൂടി മൂവ് ചെയ്യുകയാണെങ്കിൽ ആ മോഷന്റെ ടൈപ്പിനാണ്, അല്ലെങ്കിൽ ആ മോഷൻ എന്ത് പറയും? റൊട്ടേഷൻ എന്ന് പറയും. ഓക്കെ. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ മൂവ് ചെയ്യുന്നത്. റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇതിലെ കോൺസെൻട്രിക് സർക്കിളിൽ കൂടിയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ പാർട്ടിക്കിളും മൂവ് ചെയ്യുന്നത് നോക്കി കഴിഞ്ഞാൽ കോൺസെൻട്രിക് സർക്കിളിലായിരിക്കും. ഓക്കെ. അപ്പോൾ അതിനകത്ത് റേഡിയസ് ഓരോന്നിനും വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് ടു സെൻറ്റർ വിൽ ബി ഡിഫറൻറ്റ്. അത്രേ ഉള്ളൂ. പക്ഷേ എന്നാലും ദേ വിൽ ബി മൂവിങ് അലോങ് കോൺസെൻട്രിക് സർക്കിൾസ്. ദെൻ അടുത്ത ടൈപ്പ്, മൂന്ന് ടൈപ്പാണ് ഉള്ളത് മോഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പിന് പറയുന്നത് ജനറൽ പ്ലെയിൻ മോഷൻ. അപ്പോൾ ഇതെന്തായിരിക്കും? ജനറൽ പ്ലെയിൻ മോഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ട്രാൻസ്ലേഷന്റെയും റൊട്ടേഷന്റെയും ഒരു കോമ്പിനേഷൻ. എന്ന് വെച്ചാൽ ഒരേ സമയത്ത് തന്നെ ട്രാൻസ്ലേഷൻ ഉണ്ടാവും, റൊട്ടേഷൻ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയാമോ അതിന്? ഇഷ്ടംപോലെ എക്സാമ്പിൾസ് പറയാം. സേ ഒരു
വെർട്ടിക്കൽ വാളും ഒരു ഹൊറിസോണ്ടൽ ഫ്ലോറും. ഇതിനകത്ത് ഇങ്ങനെ ഒരു ലെറ്റ് ബി എ ലാഡർ, ഒരു ലാഡർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കെന്ന് വിചാരിച്ചു 2 പോയിന്റിൽ എയിലും ബിയിലും. ഇത് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് ഒരാൾ കയറി പോകുന്നു. അപ്പൊ ഇത് മൂവ് ചെയ്യുകയാണെങ്കിൽ ഏത് ഡയറക്ഷനിലായിരിക്കും ഇത് മൂവ് ചെയ്യുക? ദിസ് വിൽ ബി മൂവിങ് ഈ പോയിന്റ് താഴെ തറയിൽ ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യും അല്ലെ? ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അതേസമയം ഇത് നേരെ താഴേക്കും മൂവ് ചെയ്യും. ബി ഹൊറിസോണ്ടലി റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. എ വെർട്ടിക്കലി താഴേക്ക് മൂവ് ചെയ്യും. ആ സമയത്ത് ഇതിന്റെ മോഷൻ, ഈ ലാഡറിന്റെ മോഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ലേഷനും അല്ല റൊട്ടേഷനും അല്ല, ഇത് രണ്ടും അല്ല. ഓക്കെ, എന്നാൽ ഇത് രണ്ടും കൂടെ കൂടിയതാണ് ഈ ലാഡറിന്റെ മോഷൻ. കാരണം ട്രാൻസ്ലേഷൻ മാത്രമാണ് സംഭവിക്കുന്നതെങ്കിൽ, ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ഓൺലി ട്രാൻസ്ലേഷൻ, എന്ത് സംഭവിക്കണം? ഓൾ ദ പാർട്ടിക്കിൾസ് ഓർ ദി elements of this ladder should be moving along parallel straight lines. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഒരു കുറച്ച് ദൂരം മൂവ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ വരണം? ഇങ്ങനെ വരണം, ഇങ്ങനെ ഇരിക്കണമായിരുന്നു. അപ്പോൾ let this be a dash and b dash. Let this distance be s. Let it be. അപ്പോൾ ഇത് പാരലൽ പാത്തിൽ കൂടെ മൂവ് ചെയ്ത്, but this will not happen. Okay, this type of motion will not happen if we don't give a force in this direction or a support at A also. If you don't give a force at A also, then this will not be moving like this. Instead, it will be moving, or the final position will be like this. Final position will be like this. This will be the final position. See. അപ്പോൾ എന്താ ശരിക്കും സംഭവിച്ചത് നോക്കി? It is not translated. Translation അല്ല, but we can say it has translated. That I will explain later. അപ്പോൾ ഇത് ഇങ്ങനെ വന്നാ നിൽക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിച്ചേ? ഇതിനെ നമുക്ക് എങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ ആദ്യം നമുക്ക് പറയാം, ഇങ്ങനെ ഇരുന്ന ഓബ്ജക്റ്റ് മൂവ് ചെയ്ത് ഇങ്ങനെ വന്നു എന്ന് വെച്ചാൽ ട്രാൻസ്ലേറ്റ് ചെയ്തു, എസ് ഡിസ്റ്റൻസിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. പ്ലസ് ഇങ്ങനെ ഇരുന്ന സാധനം ഇവിടെ നിന്നിട്ട് ഒരു ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്തു, തീറ്റ ആംഗിളിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇരുന്ന സാധനം ഇങ്ങനെ മൂവ് ചെയ്തു, ലൈക്ക് ദിസ്. ഇങ്ങനെ ഇരുന്നത് ഇങ്ങനെ മൂവ് ചെയ്തു. ഓക്കെ, ലൈക്ക് ദിസ്. ഇതിങ്ങനെ ഇരുന്നതാണ്. ഇത് ഇഫ് ഇറ്റ് ഈസ് മൂവിങ് ലൈക്ക് ദിസ്, ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് ട്രാൻസ്ലേഷൻ എന്ന് പറയും. എല്ലാ പാരലൽ പാത്തികൾ മൂവ് ചെയ്തു, ട്രാൻസ്ലേഷൻ എന്ന് പറയും. ഇനി ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ അതാണ് റൊട്ടേഷൻ. അതായത് ഈ പോയിന്റ് വെച്ച് ഇങ്ങനെ കറങ്ങുന്ന റൊട്ടേഷൻ. അതും ഇവിടെ പറ്റില്ല. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ആദ്യം ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു, എന്നിട്ട് അവിടെ നിന്ന് തീറ്റ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ അതെങ്ങനെ വന്നു? അല്ലെങ്കിൽ വി ക്യാൻ സേ, ഒരു ഫിക്ഷൻ ആയിട്ടുള്ള കേസാണ്, ഒരു റിയൽ കേസ് അല്ല. നമുക്ക് വേണമെങ്കിൽ പറയാം, ഇവിടെ നിന്ന് ആദ്യം തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു, എന്നിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഓക്കെ, ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടല്ല നടക്കുന്നത്, ഒരേ സമയത്താണ് രണ്ടും നടക്കുന്നത്. മാത്രമല്ല ഇത് നമുക്ക് സെപ്പറേറ്റ് കാണാനും പറ്റില്ല, ഇൻഡിവിജ്വൽ ആയിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പറയാം, ഇത് വേണമെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്തെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഈ ജനറൽ പ്ലെയിൻ മോഷൻ എന്ന് പറയുന്ന സാധനം ട്രാൻസ്ലേഷന്റെയും റൊട്ടേഷന്റെയും ഒരു കോമ്പിനേഷൻ ആണെന്ന് പറയാം, രണ്ടും ഒരേ സമയത്ത്. മനസ്സിലായോ? ജനറൽ പ്ലെയിൻ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മോഷൻ
generated by combination of translation and rotation simultaneously. ഒരേ സമയത്ത് നടക്കണം. ഇത് we cannot see this separately. ഇത് രണ്ടും ഒരേ സമയത്ത് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന മോഷനാണ് ജനറൽ പ്ലെയിൻ മോഷൻ. അല്ലെങ്കിൽ പറയാം ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. ഇതിന്റെ ട്രാൻസ്ലേഷന്റെയും റൊട്ടേഷന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആയിരിക്കും ജനറൽ പ്ലെയിൻ മോഷൻ എന്ന് പറയുന്നത്. These are the three major types of motion.